ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക കൂടി ഭാഗമായതോടെ പശ്ചിമേഷ്യയിൽ സാഹചര്യം അതിസങ്കീർണം. B-2B ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത്. കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പ്രതികരിച്ചപ്പോൾ US നടപടിയിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക രേഖപ്പെടുത്തി. സംഘർഷം തുടങ്ങി 10ാം നാളിലാണ് അമേരിക്കയുടെ നേരിട്ടുള്ള ആക്രമണം. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളാണ് B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. ദൗത്യം വിജയകരമാണെന്നും സമാധാനം വേഗത്തിൽ കൈവന്നില്ലെങ്കിൽ കൂടുതൽ ആക്രമണമുണ്ടാകുമെന്ന മുന്നറിയിപ്പും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകി. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities. Our objective was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's #1 state sponsor of terror. The strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. If they do not, future attacks will be far greater and a lot easier. അമേരിക്കയുടേത് ശക്തമായ ഇടപെടൽ എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. Israel has done truly amazing things. But in tonight's action against Iran's nuclear facilities, America has been truly unsurpassed. It has done what no other country on earth could do. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ഇറാൻ ആണവ പദ്ധതികളെ ബാധിച്ചിട്ടില്ലെന്ന നിലപാടിലാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നയം വ്യക്തമാക്കിയ ഇറാൻ പിന്നാലെ ഇസ്രയേലിൽ കനത്ത ആക്രമണവും നടത്തി. ടെല്ലവീവിലും ഹൈഫയിലും ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു. US നടപടി അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും നടപടിയിൽ ആശങ്ക രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, News 18.